ഞാനിപ്പോൾ അടുത്ത് വായിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ബുക്കുണ്ട്, അഗർത്ത എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അതെനിക്ക് ഒരുപാട് വായിക്കണം തോന്നിയിട്ടുള്ള ബുക്കാണ്. നമുക്ക് കിട്ടുന്ന ഡേറ്റ ഇല്ലേ, അതെപ്പോഴും ഫോണിൽ കിട്ടുന്നതിനേക്കാളും ബുക്സിൻ്റെ അകത്തായിരിക്കും കുറച്ചുകൂടെ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുക. സോ കൂടുതലും എനിക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് ബുക്സാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ജസ്റ്റ് ഒന്ന് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മേഖലയിലോട്ട് കൂടിയിട്ട് വരാൻ തോന്നും. അതിലേക്ക് നമ്മളെ വലിച്ചെഴിച്ച് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരുപാട് നോവൽസ് ഉണ്ട്. നമ്മൾ ഈ കേട്ടതുപോലെ വായന പലർക്കും പല അനുഭവങ്ങളാണ്. നമ്മളൊക്കെ വായിക്കാൻ ആശ്രയിച്ചിരുന്നത് പൊതു വായനശാലകളെയാണ്. അത്തരത്തിലൊരു വായനശാലയുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത്. 1829 തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളിന്റെ കാലത്താണ് ഈ ലൈബ്രറി സ്ഥാപിതമായത്. 1898 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നും കൊടുത്തു. പിന്നീട് 1958 സംസ്ഥാനത്തെ സെൻട്രൽ ലൈബ്രറിയായി പ്രഖ്യാപിച്ചു. ഞാനൊരു PhD സ്കോളറാണ് ഹൈദരാബാദിൽ. അപ്പം അവിടെ നിന്ന് ഞാൻ എപ്പോഴൊക്കെ നാട്ടിൽ വരുന്നു, എൻ്റെ ഫസ്റ്റ് ഞാൻ ഓടിപ്പോകുന്ന സ്ഥലം ആക്ച്വലി പബ്ലിക് ലൈബ്രറിയാണ്. പുസ്തകങ്ങൾ നിറഞ്ഞു കിടക്കേണ്ട ഈ റാക്കുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതിന് പുറകിലും ചില കാര്യങ്ങളുണ്ട്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കടമെടുത്ത് തിരിച്ചു കൊടുക്കാത്തവരുടെ എണ്ണം ഒരല്പം കൂടുതലാണേ. കൂടുതലെന്ന് പറഞ്ഞാ ഇഷ്ടം പോലെ 2018 മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കെടുത്ത് നോക്കിയാലേ 9377 പുസ്തകങ്ങളാ തിരികെ വരാനുള്ളത്. അയ്യോ, മോശം 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 മോശം. ഏറ്റവും അധികം പുസ്തകങ്ങൾ തിരികെ കിട്ടാത്ത വർഷമേ 2024. ഒരു മര്യാദയൊക്കെ വേണ്ടേ? വർഷങ്ങളോളം തിരിച്ചു കൊടുക്കാത്ത പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു എസ്പെഷ്യലി റെയർ കോപ്പീസോ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് വായിക്കേണ്ടതായിട്ടുള്ള പുസ്തകങ്ങളോ റിസർവേഷനിൽ വെച്ചിട്ട് എടുക്കാണ്ടിരിക്കുക അല്ലെ തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക, അതൊക്കെ ഒരു എത്തിക്സ് ഇല്ലായ്മയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പുസ്തകങ്ങൾ തിരികെ നൽകാനും പരിസംഖ്യ പുതുക്കാനും മഹാമനസ്കരായ ലൈബ്രറി അധികൃതർ ഒരവസരം നൽകുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാലയളവിൽ കൊണ്ടുവരുന്ന പുസ്തകങ്ങളുടെ പിഴ നമ്മൾ 80% കുറച്ചിരിക്കുകയാണ്. 20% മാത്രം അടച്ചാൽ മതി. താമസിച്ചാലും കൊണ്ട് കൊടുത്തേക്കണം. ബേസിക്കലി നമുക്ക് വായന പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പിഴ കുറയ്ക്കുന്ന പരിപാടി നമ്മൾ ഏർപ്പാട് ചെയ്യുന്നത്. സത്യത്തിൽ വായനാശീലം വളരെ നല്ലതാണ്. പക്ഷേ വായനക്കാരുടെ ഈ ശീലം അതത്ര നല്ലതല്ല. പ്രേം ശശിക്കൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇതാണ് പ്രശ്നം. പുസ്തകങ്ങൾ എടുത്താൽ തിരികെ കൊടുക്കുന്നില്ല. സോണൽ കൃഷ്ണയാണ് നമ്മുടെ കൂടെയുള്ളത്. സോണലെ, വല്ലാത്തൊരവസ്ഥയാണല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്താൽ അത് വായിച്ചതിന് ശേഷം തിരികെ കൊണ്ടുവെക്കുക എന്നുള്ളത് മര്യാദ തന്നെ. അങ്ങനെ ഒരു മര്യാദയാണ് വേണ്ടത്. കാരണം എത്രയോ പേർക്ക് വീണ്ടും വീണ്ടും വായിക്കാനുള്ള പുസ്തകമാണ്, എത്രയോ പേർക്ക് അറിവ് ലഭിക്കേണ്ടതാണ്. അത് എവിടെയെങ്കിലും കൊണ്ടുവെക്കോ, വീട്ടിൽ കൊണ്ടുവെക്കോ, മറ്റെവിടെയെങ്കിലും കൊണ്ടുവെക്കോ, കളഞ്ഞു പോയെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു അവസരമുണ്ട്, കൊണ്ടു കൊടുക്കണം അല്ലേ? ഞാൻ ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ വായന പലർക്കും പല അനുഭവങ്ങളാണ് സമ്മാനിക്കുക. നമ്മളൊക്കെ വായിച്ചു തുടങ്ങിയത് ഓരോ പൊതു വായനശാലകളിൽ നിന്നാവും. അവിടെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് സമയത്തും കയറി ചെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാനുള്ള ഒരു സൗകര്യം അത്തരത്തിലുള്ള വായനശാലകളാണ് നമുക്ക് ഒരുക്കി തരുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മുടെ സെൻട്രൽ ലൈബ്രറി അത്തരത്തിലൊരു സ്പോട്ടാണ്. കാരണം വായനയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാം. പ്രവൃത്തി സമയങ്ങളിൽ മാത്രം അവിടെ കയറി ചെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അവിടെ ഉണ്ട്. കാരണം വർഷങ്ങളുടെ പഴക്കമുള്ള ലൈബ്രറിയാണ്. പലതരത്തിലുള്ള ഏകദേശം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പുസ്തകങ്ങൾ വരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയ സമയത്ത് കണ്ടത് പല റാക്കുകളും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പലരും ഇതുപോലെ പുസ്തകങ്ങൾ എടുത്ത് പോയിട്ട് ഏകദേശം ഒരു 6 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 9377 പുസ്തകങ്ങൾ പുറത്താണ്, ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല.
അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ വായനക്കാരെ സംബന്ധിച്ച് അവർ തേടി ചെല്ലുന്ന പുസ്തകങ്ങൾ അവിടെ കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈബ്രറിയിലെ ഷെൽഫിലൊക്കെ കാണാൻ കഴിയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകങ്ങളാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് വായനക്കാരെ സംബന്ധിച്ച് അവരേറ്റവും ചേർത്ത് പിടിക്കുന്ന ഒന്നായിട്ട് നമുക്ക് കണക്കാക്കേണ്ട സാഹചര്യം തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ലൈബ്രറി തന്നെ ഒരു ഓഫർ ഇത്തരക്കാർക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അതായത് ഏകദേശം ഈ ഫൈനിൻ്റെ 80% ഒഴിവാക്കി 20% മാത്രം നിങ്ങൾ തന്നാൽ മതി. ഈ ഒരു കുറച്ച് ദിവസം, അതായത് വായനാ ദിനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ആ 20% മാത്രം പലിശ അടച്ച് ആ പുസ്തകങ്ങൾ തിരികെ ഏൽപ്പിച്ചാൽ മതി എന്നുള്ളതാണ് വായനശാല തന്നെ നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു ഓഫർ. എന്തായാലും ഇത്തരക്കാരെ ആരെങ്കിലും അത്തരത്തിൽ അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് പുറത്ത് വർഷങ്ങളായിട്ട് തങ്ങളുടെ കയ്യിൽ വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ചേൽപ്പിക്കണം. അതിൻ്റെ കൂടെ ഈ ഉദ്യോഗസ്ഥർ അധികൃതർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങളിത് വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഓഫർ ഉൾപ്പെടെ വായനക്കാർക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ മറ്റൊരു കാഴ്ച, ചില പുസ്തകങ്ങൾ തേടി വരുന്ന ആളുകൾ നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. അവരോട് ചോദിക്കുന്നുണ്ട് ഈ പുസ്തകം ഇനി എന്ന് പുസ്തകം അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വായനശാലയിൽ നിന്നും അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ് എന്നുണ്ടെങ്കിൽ അത് തിരികെ നൽകുക. വായനശാലയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എത്രയോ പേർക്ക് വായിക്കാനുള്ളതാണ് ആ പുസ്തകമല്ലേ. അപ്പോഴങ്ങനെ ചെയ്യരുത്. വായിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ചില മര്യാദകൾ പാലിക്കണം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം പേപ്പർ ആണെങ്കിലും പുസ്തകമാണെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് ചെന്നിടുക, വാങ്ങിയ ആളുടെ കയ്യിൽ നിന്നോ സ്ഥാപനത്തിലോട്ടോ തിരിച്ചു കൊടുക്കാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും സെൻട്രൽ ലൈബ്രറിയിൽ ചെന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞാൽ അത് തിരികെ കൊടുക്കാനായിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ, അതപ്പോൾ കൃത്യമായിട്ട് ചെയ്യണം. ശരി സോണൽ.